പ്രതീക്ഷ വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ മന്ത്രി എന്തായാലും അനങ്ങത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. വളരെ ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മുടെ മന്ത്രി സംസാരിക്കുന്നത്. കാരണം ഇത് വിട്ടുവീഴ്ച മനോഭാവത്തോടെ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവമാണ്. ഞാൻ പറഞ്ഞില്ലേ, 98, 99 കാലം മുതലേ ഉള്ള പാറ്റേണിലാണ് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അതായത് അന്ന് 120, 160 പേപ്പറാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. അത് അന്നത്തെ വാഹനമല്ല ഇന്നത്തെ വാഹനങ്ങൾ, അന്നത്തെ ജനസാന്ദ്രത അല്ല ഇന്നത്തെ ജനസാന്ദ്രത, അന്നത്തെ റോഡല്ല ഇന്നത്തെ റോഡ്. അപ്പോൾ അതിനനുസരിച്ച് പേപ്പറിൻ്റെ എണ്ണം കൂട്ടുകയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം കൂട്ടുകയും ചെയ്തുകൊണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നാളെ തൊട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല, ഞങ്ങളിത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഞങ്ങളാരും വലിയ മുതലാളിമാരൊന്നുമില്ല. അന്നോടെന്നുള്ള കാര്യം കൊണ്ട് നടന്നു പോകുന്നതാണ്. ഇപ്പോൾ തന്നെ മാർഗമാണ്. എത്ര നാൾ ഇങ്ങനെ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും അറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, 460 പേപ്പർ, 120, 160 പേപ്പർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊടുന്നിടത്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് 40, 25, 30 പേപ്പറാക്കി കുറയ്ക്കുമ്പോഴത്തേക്ക് 25 പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കാലം കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു കഴിയും? എന്തായാലും സർക്കാരിന് കിട്ടാനുള്ള കാശ് നേരത്തെ കിട്ടുകയാണ്. കാരണം ലേണിംഗ് ഫീസായിട്ട് ഒരു ക്ലാസ് ഓഫ് വെഹിക്കിളിനാണെങ്കിൽ 1005 രൂപയും, 2 ക്ലാസ് ഓഫ് വെഹിക്കിളാണെങ്കിൽ 1455 രൂപയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ലേണേഴ്സിൻ്റെ ഫീസ് മാത്രം വാങ്ങിക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഫീസ് പിന്നെ വാങ്ങിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല, ആദ്യമേ മുഴുവൻ ഫീസ് വാങ്ങിക്കണം. അപ്പോൾ സർക്കാരിന് കിട്ടാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും കുഴപ്പമില്ല. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. അതിലേക്ക് വരാൻ ഉള്ള പ്രയാസമുണ്ട് അല്ലേ? സാമ്പത്തിക നഷ്ടം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മാത്രമല്ല, ഈ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഈ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലാണെങ്കിൽ 6 മാസം കഴിഞ്ഞാലും ഡ്രൈവിംഗ് ടെസ്റ്റ് കയറാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും 300 രൂപ ഫീസ് അടച്ച് ലേണേഴ്സ് റിന്യൂ വേണം, വീണ്ടും ഐ ടെസ്റ്റ് വേറെ വേണം, വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാത്തൊരു സംവിധാനം വരുമ്പോഴത്തേക്ക്, ഇടയ്ക്ക് നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അയൽ സംസ്ഥാന കർണാടകയിൽ പോയി ഇവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയും ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടെ അയച്ചു കൊടുത്ത് ഗൂഗിൾ പേ ആയിട്ട് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംവിധാനത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട് വീണ്ടും സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു നിസ്സാര കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല. വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് കണ്ടിന്യൂ തുറന്നു പോകണം. പരിഷ്കാരങ്ങളാവാം, പരിഷ്കാരങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഞങ്ങളെയും കൂടി സാവകാശം, ഞങ്ങൾക്ക് കൂടി സാവകാശം തരണം. അതോടൊപ്പം തന്നെ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടി എന്ന് വാഹനം എന്ന് പറയുന്നു. 15 വർഷം കഴിഞ്ഞ വാഹനം ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് ആര് ലോണ് തരും?